ലതിക ടീച്ചറെ, നമ്മുടെ കുട്ടികളെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? കുട്ടികളെവിടെ? വരുന്നുണ്ടോ? ശരി ശരി. ടീച്ചർ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചു. പരിപാടി കഴിഞ്ഞില്ലേ? എന്നിട്ടെന്താ മുകളിലും വല്ലാതെ വാടിയിരിക്കാണല്ലോ നിങ്ങളൊക്കെ? സാറേ ഞങ്ങൾക്ക് ഇന്നും തേടായിരുന്നു. അതെന്ത് പറ്റുമോളെ? സാറേ, കാട്ടുമാക്കാനെ പോലത്തെ ഒരു സാധനം ഞങ്ങൾക്ക് ജനിച്ചേ. അതന്നെ അയാളെന്നെ ഇന്നലെ ആളെ കൂടിയിട്ട്. സാറേ അയാളെന്നെ ഗോൾ കളിക്കോ? അല്ല, ഇയാളൊക്കെ മറ്റേ കുമ്പിടി വെച്ച അങ്ങനെ. അല്ല, നിങ്ങൾക്ക് അവരെ കണ്ടാലും മനസ്സിലാവോ? ആളെ കണ്ടാൽ മനസ്സിലാവോ? ഇതാണോ? ഹലോ, എവിടെയാ സ്ഥലം? എന്റെ സ്ഥലം കോഴിക്കോട്. കോഴിക്കോട്. നമുക്ക് കുറച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ. എന്തിനാ ഇവിടുന്ന് പറഞ്ഞാ പോരെ? അത് സംസാരിക്കാൻ ചായ കുടിക്കാൻ പോയിട്ട് പുറത്തു പോയിട്ട്. അതാ നല്ലല്ലേ? കുട്ടികളും ഉണ്ടാവും. അല്ല, മക്കളെ വാ, ചായ കുടിക്കാലോ. കുട്ടികളെ മുഖം പരിചയമുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ട്? ഇവര് അങ്ങനെ പരിചയം കാണുന്നില്ല. ഇല്ല ഇല്ല. എന്നാലും സാരില്ല, നമുക്ക് പുറത്തു പോയിട്ട് ചായ കുടിച്ചിട്ട്. അതാ നല്ലത് അല്ലേ? എന്നാ വാ, ചായ കുടിക്കാൻ വാ. ചായ കുടിക്കാനോട് ഇങ്ങ് പോന്നേ? അല്ല, ഇവിടെയാ ചായക്കട ഉള്ളത്. അല്ല, ഞാൻ വേറെ തിരക്കുണ്ട്. അല്ല, അങ്ങനെ പറയല്ല, കുട്ടികൾക്ക് എന്തോ നിങ്ങളോട് സംസാരിക്കണം. അല്ല, എനിക്ക് കൂടിയാട്ടത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്. അല്ല, കൂടിയാട്ടം നടക്കണം അങ്ങോട്ട്. അല്ല, താനാണോ മറ്റേ കൂടിയാട്ടത്തിന് ജഡ്ജായിട്ടിരുന്നത്? അതെ, കൂടിയാട്ടത്തിലാണ്. അപ്പൊ ഒപ്പനക്കോ? ഒപ്പനക്ക് ഞാനങ്ങനെ ചെയ്തു. എന്നാ ഒപ്പനെ 2 സ്റ്റെപ്പ് താനൊന്ന് കളിച്ചു കാണിച്ചേ. ഒപ്പന 2 സ്റ്റെപ്പ്. അതിർപ്പത്തിന്റെ ഭയങ്കര സംഭവല്ലേ? കൊള്ളാലോ. എത്ര പൈസ തന്നു കൈക്കൂലിയായിട്ട്? മാഷേ, മാണ്ടാത്ത പറയാം. എന്ത് കൈക്കൂലി? പിന്നെ ഇതെന്താടാ കീശയില് പൈസ അല്ലേ കാണുന്നത്? തന്റെ ഉടായിട്ട് ഇവിടെ നടക്കൂല കേട്ടാ. മേലാലെ താനെ നീ ജഡ്ജാന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടുപോകുന്നത് കേട്ടോ. ചായ വാങ്ങി തരുമെന്നും പറഞ്ഞിട്ട് ചായ കൊടുക്കുന്നു. താൻ ഞങ്ങളുടെ കോഴിക്കളിയിലെ മാർക്ക് കൊടുക്കല്ലേ? പാടായി. മതി എല്ലാവർക്കും സന്തോഷമായല്ലോ.